1/4 കപ്പ് റവ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. മിക്സ് ചെയ്തിട്ട് റവ മാറ്റി വെക്കുന്നുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് കുതിർത്തി വെച്ചേക്കണ റവയിലേക്ക് ചേർക്കാം. 1/4 ടീസ്പൂൺ അരിമോദകം, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ കറുത്ത എള്ള്, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് മുറിച്ചത്, 1 ടീസ്പൂൺ ഓയിൽ, 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ചേർത്ത് പൂരിക്ക് മാവ് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. നല്ലോണം അമർത്തി കുഴച്ചാൽ മതിയിട്ട. വെള്ളം ചേർക്കാണ്ടാണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ച് കിട്ടുന്നത്. ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കും. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയി. നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. പൂരിയുടെ വലുപ്പത്തിന് ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എല്ലാം പരത്തി എടുത്തതിന് ശേഷം നമുക്ക് പൂരി റെഡിയാക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ കുടിക്കില്ല കേട്ടാ. ഇതുപോലെ എല്ലാം ഫ്ലഫി ആയിട്ട് വരും ചെയ്യും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും.